പുതിയ മന്ത്രി എത്തിയിട്ടും KSRTC ജീവനക്കാരന് ശമ്പളമില്ല. ഫെബ്രുവരി പകുതിയായിട്ടും കഴിഞ്ഞ മാസത്തെ ശമ്പളത്തിന്റെ ആദ്യ ഗഡു പോലും കൊടുക്കാനായില്ല. കോർപ്പറേഷൻ 50 കോടി രൂപ ആവശ്യപ്പെട്ടെങ്കിലും സർക്കാർ ഇതിൽ തീരുമാനമെടുത്തിട്ടില്ല. ആന്റണി രാജു കസേര ഒഴിഞ്ഞ് KB ഗണേഷ് കുമാർ മന്ത്രിയായപ്പോൾ KSRTC ജീവനക്കാർ ഏറെ പ്രതീക്ഷിച്ചതാണ്. ഇനിയെങ്കിലും എല്ലാ മാസവും കൃത്യമായി ശമ്പളം കിട്ടുമെന്ന്. ആര് മാറി വന്നാലും വരുമാനം എത്ര വർദ്ധിച്ചാലും ജീവനക്കാരന് കഷ്ടപ്പാടും ദുരിതവുമാണെന്ന ചരിത്രം KSRTCയിൽ ആവർത്തിക്കുകയാണ്. ശമ്പളം ഒരുമിച്ച് നൽകുമെന്ന് ആവർത്തിച്ച് ബഹുമാനപ്പെട്ട മന്ത്രി ആവർത്തിച്ച് പറയുമ്പോഴും KSRTC തൊഴിലാളിയുടെ ശമ്പളം നാളെ ലഭിച്ചിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. ശമ്പളം ലഭിക്കാത്ത സാഹചര്യത്തിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ജനുവരിയിലും വരുമാനം 220 കോടി രൂപയ്ക്ക് മുകളിലായിരുന്നു. KSRTC തലപ്പത്ത് നിന്ന് ബിജു പ്രഭാകർ അവധിയെടുത്തത് കാരണം സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി തുക വാങ്ങിയെടുക്കാനോ ബദൽ മാർഗം കണ്ടെത്തുന്നതിനും തിരിച്ചടിയായി. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് തരപ്പെടുത്താനുള്ള ശ്രമം നടക്കുന്നുവെന്നാണ് മാനേജ്മെന്റ് അറിയിച്ചത്. KSRTC പെൻഷൻ മുടങ്ങിയിട്ട് 3 മാസമായി. ഇതിൽ ചീഫ് സെക്രട്ടറിയോട് ഹാജരാകാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ്. RB സനു, മീഡിയ 1, തിരുവനന്തപുരം.